ഹലോ ഗൈസ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമ കഴിഞ്ഞിട്ട് ബേസിൽ ജോസഫിൻ്റെ പുതിയ സിനിമ വരുന്നുണ്ട്, പൊന്മാൻ. ഇതിലൊരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ബേസിലുണ്ട്, അതുപോലെ തന്നെ ലിജോ മോളുണ്ട്, പിന്നെ നമ്മുടെ ആവേശത്തിലെ അമ്പാൻ, അവരെല്ലാം ഉള്ള ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടീസറാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടീസർ റിയാക്ട് ചെയ്തിട്ട് വരാം. കൊല്ലത്തൊരു പറച്ചിലുണ്ട്, കണ്ടവന്റെ കൊത്തിലെ തീട്ട കണ്ട് പട്ടിയെ വളർത്തരുതെന്ന്. അത് നിന്നെ പോലുള്ള ആണുങ്ങളെ ഉദ്ദേശിച്ചാണ്. അവൻ അവന്റെ സൗകര്യത്തിനല്ല എന്നെ കുത്തിന് പിടിച്ചത്. അപ്പൊ അവൻ വരണം എന്റെ സൗകര്യത്തിന്. വെളുപ്പിന് 3 മണി. ഫസ്റ്റ് തന്നെ ഒരു അടി, ഒരു ഫൈറ്റിംഗ് മൂഡിലേക്കാണ് കഥ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അജീഷ് എന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവേശത്തിലെ അമ്പാൻ സജിൻ ഗോപുവിൻ്റെ മറിയാനോ എന്നാണ് അതിൻ്റെ ക്യാരക്ടർ നെയിം ഈ സിനിമയ്ക്കകത്ത്. ബാക്കി നമുക്ക് അധ്വാനിക്കുന്നവൻ എന്തിനാടാ സ്ത്രീധനം? അവൻ അധ്വാനിച്ച് കുടുംബം പോറ്റും. ഓക്കെ, നമ്മുടെ ലിജാമോളുടെ പേര് ഇതിനകത്ത് സ്റ്റെഫി എന്നാണ്. അതുപോലെ തന്നെ ആനന്ദ് ഉണ്ട്, അതിനകത്ത് പേര് ബ്രൂണോ എന്നാണ്. അപ്പം ഒരു ഫൈറ്റ് മോഡാണ്. പക്ഷേ ഇതിലൊരു ഫാമിലിയിലത്തെ അടികളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിക്കൊണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുതിയിട്ട് വരൂടാ എന്റെ പൊന്നു ചോദിക്കാൻ. നിന്നെ കൊണ്ട് മിനിമം ഞാനൊരു കൊലപാതകം ചെയ്യിക്കണം. ഓക്കെ, ഇത് ജനുവരി 30-നാണ് തിയേറ്ററിലെത്തുന്നത്. ഇത് മെയിനായിട്ട് ഒരു മറ്റേ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് തോന്നുന്നു. അളിയനും തമ്മിൽ. എനിക്ക് തോന്നുന്നത് ബേസിലിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ നമ്മുടെ അമ്പാൻ്റെ ഞങ്ങളുമായിട്ടായിരിക്കണം ലിജോ മോൾ വരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള എന്തോ ഡൗറിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാണ്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം കൂട്ടിക്കൊഴിച്ചൊരു ഫാമിലിയിലുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബന്ധപ്പെടുത്തിയാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സിനിമയുടെ പേര് പൊന്മാൻ ഇട്ടേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ജനുവരി 30-ാണ് സിനിമ തിയേറ്ററിലെത്തുന്നത്. നമുക്കെല്ലാവർക്കും ആ സിനിമ പോയി കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജനുവരി 30-ാം അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ.